നമ്മൾ ഒരു കന്നഡ തെലുങ്ക് സിനിമ കാണുന്ന ഒരു അടിപിടി അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയുള്ള പടം തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും കൂടി പറയാം. കുബേര എന്ന് പറഞ്ഞ പടം അതിൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇംഗ്ലീഷ് പടത്തിൽ മാലിയാണ് തുടങ്ങുന്നത്. തുടക്കം ഇംഗ്ലീഷ് പടം മാല തുടങ്ങിയിട്ട് പിന്നെ പോകുന്ന വേറെ ലെവലിലേക്ക് തമിഴ്നാട്ടിൽ, അതായത് ഈ പിച്ചക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇന്നത്തെ പിച്ചക്കാർ നാളത്തെ കുബേരനാവും, നാളത്തെ കുബേരൻ ഇന്നത്തെ പിച്ചക്കാരനാവും. ആ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതിലൂടെ തമിഴ്നാട്ടിലൊക്കെ ഇത് വളരെ സെൻറ്റിമെൻ്റലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാത്ത ധനുഷിൻ്റെ അഭിനയമാണ്. ധനുഷിൻ്റെ അഭിനയം കൊണ്ട് മാത്രം പടം പിടിച്ചു നിൽക്കുമെന്ന് പറയാം. ധനുഷിൻ്റെ ഒരു അഭിനയ രീതിയുണ്ട്. അതുകൂടാതെ പിന്നെ നാഗാർജുനയില്ലേ, നാഗാർജുന വളരെ വർഷങ്ങൾക്ക് ശേഷം പുള്ളി നല്ല ഒരു നടനാണ്. പുള്ളി വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കഥാപാത്രം ചെയ്തേക്കാണ്. പിന്നെ രശ്മിയ മന്ദാന ഇവരൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ പ്രശ്നം, ഇതാണ് പടം ഒരുപാട് ലെങ്തി പടമാണ്. അതായത് തമിഴ്നാട്ടിലെ ആ പാശമെല്ലാം ഇതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും പടം എനിക്കിഷ്ടപ്പെട്ടു. കുബേര വൺ ഡേ വാച്ച് മൂവിയാണ്. ധനുഷ്, നാഗാർജുന, രശ്മി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ രീതി നോക്കുമ്പോഴത്തേക്കൊരു സ്റ്റാർ വാല്യുള്ള മൂവി തന്നെയാണ്. അപ്പോൾ അതിൽ പെർഫോമൻസാണ് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടത്. ധനുഷിൻ്റെ പെർഫോമൻസ്, നാഗാർജുനയുടെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പിന്നെ അവർ തമ്മിലുള്ള കോമ്പോ സീൻസുകളും കൊള്ളാം. രശ്മിയുടെ നായികയായിട്ടുള്ള പെർഫോമൻസ്, ദേവിസ് പ്രസാദം മ്യൂസിക്, ഒരു 3 മണിക്കൂറൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് പടം നല്ലോണമാണ്. പതിവ് നമ്മൾ ഒരു കന്നഡ തെലുങ്ക് സിനിമ കാണുന്ന ഒരു അടിപിടി അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയുള്ള പടം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാരെയും അതുപോലെ ഉദ്യോഗസ്ഥ ലോബികളെയും ഉന്നം വെച്ചുകൊണ്ടുള്ള സിനിമ തന്നെയാണ് കുബേര എന്ന് പറയുന്നത്. കാരണം ഇത് ചെയ്തേക്കുന്ന രീതി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് വേറെ ഒരു രീതിയിലേക്ക് ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ സിനിമ വളരെ സെൻസറിങ് പോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഈ സിനിമയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏറ്റവും ഉന്നതിയിലുള്ള അവരെ ചോദ്യം ചെയ്യുന്ന സിനിമ തന്നെയാണ്. കാരണം ഭിക്ഷക്കാരുടെ ഒരു കൺസെപ്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ദൈവമാക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. കാരണം നമ്മൾ നിത്യവും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും അതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നമ്മളെന്നും ഭിക്ഷക്കാരായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ലോബിയും അവരെന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വൻ മരം പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കഥകളുണ്ട്. അപ്പോൾ നമുക്കൊരു സിനിമയായിട്ട് ഇത് അവതരിപ്പിച്ച ധനുഷിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറിനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കും ഞാൻ ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാരണം സിനിമ എത്രത്തോളം വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും നമ്മൾ നാളെ ഭിക്ഷപാത്രം എടുത്ത് തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ കൊണ്ടുവന്ന് ഇങ്ങനൊരു ജോണറിൽ കൊണ്ടുവന്ന സിനിമ എന്തായാലും ഇത് വിജയിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, ഇത് വിജയിക്കട്ടെ. അപ്പം ഭിക്ഷക്കാരുടെ കഥ പറഞ്ഞുകൊണ്ടുള്ള സിനിമകൾ വരട്ടെ. കാരണം ഭിക്ഷക്കാരെന്ന് പറയുന്ന എന്നെ ഉൾപ്പെടെയുള്ള സമൂഹത്തെ തന്നെയാണ്. നാളെ നമ്മളും ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ വിജയിക്കണം, ഇത് നല്ലൊരു സിനിമ തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് കേരളത്തിൽ ഇത് വലിയ